ഹായ്, ജോഷി ചെള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. ഇന്ന് നമുക്ക് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് അതിൻ്റെ ചില ടിപ്പുകൾ നോക്കിയാലോ. എല്ലാവർക്കും പ്രകൃതിയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുന്ന നമുക്ക് പ്രകൃതിയെ എങ്ങനെ നമുക്ക് അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റും? ആ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന നിർമ്മിതികൾ അതെങ്ങനെയൊക്കെയാണ് ഗുണപ്രദമാവുന്നത്? അതിൻ്റെ ടിപ്പുകളിൽ ഏറ്റവും ആദ്യമുള്ളത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ സെലക്ഷനാണ്. റെഡ്യൂസ് ചെയ്തിട്ടുള്ള, റീസൈക്കിൾ ചെയ്തിട്ടുള്ള, റീയൂസബിൾ ആയിട്ടുള്ള ഏത് മെറ്റീരിയലും നമ്മൾ ഉപയോഗിക്കുന്നതിലോടുകൂടി പ്രകൃതിയെ അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറച്ച് നമുക്ക് നല്ല നിർമ്മിതികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എനർജി എഫിഷ്യൻസിയാണ്. നമുക്ക് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസുലേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റ് ആക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ബിൽഡിങ്സ് അങ്ങ് കിട്ടുക. മൂന്നാമത്തെ ടിപ്പ് വാട്ടർ കൺസർവേഷൻ. രണ്ട് രീതിയിലാണ്. പ്രധാനമായിട്ടും നാച്ചുറൽ വാട്ടറിനെ കൺസർവേറ്റ് ചെയ്യുന്ന മെത്തേഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ടെക്നിക്സ് യൂസ് ചെയ്യുക, വാട്ടർ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ സിസ്റ്റത്തിനെ കൺട്രോൾ റെഗുലേറ്ററി ചെയ്യുന്നത് സൂപ്പറാക്കി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഫ്ലഷിന് ഉപയോഗിക്കുന്ന വാട്ടർ പോലും ഈ ട്രീറ്റഡ് വാട്ടർ ഉപയോഗിച്ച് മാത്രം മതിയാവും. അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലഷുകൾ അവൈലബിൾ ആണ്, സിംഗിൾ യൂസ് ഫ്ലഷ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വാട്ടർ കൺസർവേഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ബിൽഡിംഗ് എനർജി കൺസർവേഷൻ പോസിബിൾ ആവും. അടുത്തത് ഗ്രീൻ റൂഫ് എന്ന് പറയും. ഗ്രീൻ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫാണ് സോളാർ അല്ലെങ്കിൽ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അല്ലേ? അപ്പം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂഫിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിനെ നല്ല രീതിയിൽ എനർജി ലെവൽ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഗ്രീൻ റൂഫിംഗ് സിസ്റ്റംസ് റെക്കമെൻഡ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്ത വെന്റിലേഷൻ, ജനലുകളും വാതിലുകളും. പണ്ട് നമ്മൾ വാസ്തുവൊക്കെ നമുക്ക് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? ഈ വാസ്തുവിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്തായിരുന്നു? എയർ സർക്കുലേഷൻ, അതുപോലെ തന്നെ ഹീറ്റിംഗ് വെന്റിലേഷനൊക്കെ പ്രോപ്പർ ആക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും സസ്റ്റൈനബിൾ ബിൽഡിംഗ് ടെക്നിക്സിലുള്ള കാര്യം. വാസ്തു എന്ന് മാത്രമല്ല, ശരിക്കും ഫ്രീ ആയിട്ട് എനർജി അല്ലെങ്കിൽ എയർ സർക്കുലേറ്റ് ചെയ്യുക, ലൈറ്റ് സർക്കുലേറ്റ് ചെയ്യുക, നാച്ചുറൽ ലൈറ്റ് നമ്മളുടെ ഡേ ടൈം ഫുള്ളി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്ത് മെക്കാനിക്കൽ വെന്റിലേഷൻസ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നിർമ്മിതി എന്ന് പറയാം. അടുത്തത് റീസൈക്ലിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റും. നമുക്ക് റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു, ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കെട്ടിടം പണിതാലും ഡെയിലി ഉണ്ടാകുന്ന ശരിക്കും പ്രൊഡക്റ്റുകളെ എങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അല്ല വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതെല്ലാം പ്രകൃതിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ബയോഗ്യാസ് അടക്കമുള്ള അല്ലെങ്കിൽ ചെറിയായിട്ടുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകളൊക്കെ നമ്മുടെ ബിൽഡിംഗ് നിർമ്മിതിക്ക് ഉൾപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ, അത് റീസൈക്കിൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെയധികം ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയും എനർജി എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും. സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടിപ്സിലുള്ള ഒരു കാര്യമാണ് നോൺ ടോക്സിക് മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആസ്ബറ്റോസ് ഷീറ്റുകൾ നേരത്തെ റൂഫിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. എന്താണ് കാരണം? അതിലുള്ള സെൽസുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സുകൾ ക്യാൻസറസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതുപോലെ പല മെറ്റീരിയൽസും നമുക്ക് ഹ്യൂമൻ ഇതിനെ ക്യാൻസറസ് ആയിട്ടോ അല്ലെങ്കിൽ അലർജിക്കായിട്ടോ മാറാറുണ്ട്. അപ്പം അങ്ങനെ നോൺ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക വഴി, പ്രത്യേകിച്ച് പെയിൻസുകൾ, VOC പെയിൻസ്, നോൺ വോൾട്ടൈൽ പെയിൻസുകൾ ഉപയോഗിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി പെയിൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ സെലക്ഷൻ, നോൺ ടോക്സിക് മെറ്റീരിയലുകളുടെ ഉപയോഗം നമുക്ക് പ്രകൃതിയെ നമുക്ക് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. നമ്മുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് പണ്ട് വീടൊക്കെ വയ്ക്കുമ്പോൾ 100 വർഷം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ബിൽഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ നീട്ടിയെടുക്കുക നമ്മളുടെ അത്യാവശ്യമാണ്. കാര്യം ഒരു കെട്ടിടത്തിന് മാക്സിമം എഫിഷ്യൻസി എടുക്കുക എന്നുള്ളതാണ്. അപ്പം വീണ്ടും പ്രകൃതിയുടെ റീയൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രകൃതിയുടെ മറ്റ് മെറ്റീരിയൽസിനെ, റിസോഴ്സിനെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയൽ ടിപ്സിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം ചില സർട്ടിഫിക്കേഷൻസ് ആണ്. ഇന്ന് ലീഡ് അല്ലെങ്കിൽ ഗ്രീൻ പ്രോ അല്ലെങ്കിൽ ഗൃഹ എന്ന് തുടങ്ങിയ ഗവൺമെന്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ പല സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്.
ഈ സർട്ടിഫിക്കേഷൻസ് നമുക്ക് കെട്ടിടങ്ങൾക്ക് നൽകുന്നത് വഴി ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ, ഇതിന്റെ ഡിസൈൻ വൈസ്, ഇതിന്റെ ഒരു യൂട്ടിലിറ്റി വൈസ് എല്ലാം മോണിറ്റർ ചെയ്ത് അതിന് ഓരോ ഗ്രേഡുകൾ കൊടുക്കുകയും നമ്മളിൽ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിന്റെ ഒരു യൂസേജിന് മോട്ടിവേഷൻ ആവുകയും അല്ലെങ്കിൽ അതുമൂലം ആ സർട്ടിഫിക്കേഷൻസ് എൻഷുർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള എനർജി എഫിഷ്യൻറ്റ് ബിൽഡിങ്ങുകൾ നമുക്ക് പ്രകൃതിയിൽ തന്നെ കൊടുക്കാവുന്നതാണ്.